വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ആനുവൽ എക്സാം വരാറായില്ലേ, അപ്പോൾ നമുക്ക് EVSുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി 1 എയും ബിയും ഉണ്ട്. അതിൽ ആക്ടിവിറ്റി 1 എയിലെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡയറക്ഷൻസ് ആൻഡ് മാപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. മാർക്ക് ടിക്ക് ഫോർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോൾസ് ഫോർ ദ റോങ് വൺ. കറക്റ്റ് വണ്ണിന് ട്രൂവും തെറ്റായിട്ടുള്ളതിന് ഫോൾസും ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയേത് തെറ്റേതെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈൽ ഡ്രോയിങ് എ മാപ്പ് നോർത്ത് ഈസ് ഓൾവേസ് അറ്റ് ദ ടോപ്പ്. എന്താ പറയണേ? ഒരു മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മളുടെ നോർത്ത് എപ്പോഴും മോൾ ഭാഗത്തായിരിക്കും എന്നാണ് പറയുന്നത്. അതെ, നോർത്ത് മുകളിലും സൗത്ത് താഴെയും ആയിരിക്കും. അപ്പോൾ ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്ത നെക്സ്റ്റ്, എ മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ബെസ്റ്റ് നിയർ ലാർജ് അയൺ ഒബ്ജക്ട്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജ് അയൺ ഒബ്ജക്ട്സ്, അതായത് വലിയ ഇരുമ്പ് വസ്തുക്കൾക്ക് സമീപം എന്താണ് ഒരു മാഗ്നറ്റ് കോമ്പസ് നന്നായി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് നമ്മൾ പറയുന്ന അയണിൻ്റെ അടുത്ത് പ്രവർത്തിക്കുമെന്ന് പറയാറുണ്ട് അല്ലേ, പക്ഷെ ഒരു വലിയ അയൺ ഒബ്ജക്ട്സിന് സമീപം എന്ത് ചെയ്യില്ല, ഒരു മാഗ്നറ്റിക് കോമ്പസ് നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല. അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം എന്താണ്? നമ്മുടെ ഈ അയൺ എന്ത് ചെയ്യും, നമ്മുടെ മാഗ്നറ്റിക് നീഡിലിനെ അട്രാക്റ്റ് ചെയ്യുകയും നമ്മുടെ എർത്തിൻ്റെ നോർത്തിനെ കൃത്യമായി കാണിക്കുന്നതിൽ നിന്ന് അതിനെ തടയുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. റീസൺ, അയൺ അട്രാക്ട് ദ മാഗ്നറ്റിക് നീഡിൽ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം പോയിൻറ്റിങ് കറക്റ്റ്ലി ടു ദ എർത്ത് മാഗ്നറ്റിക് നോർത്ത്. അതായത് നമ്മുടെ എന്താണ് ഈ അയൺ നമ്മുടെ മാഗ്നറ്റിക് നീഡിലിനെ അട്രാക്റ്റ് ചെയ്യുകയും നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്തിനെ അത് കൃത്യമായി കാണിക്കുന്നതിന് അതിനെ തടയുകയും ചെയ്യും. ഇനി അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യു ആർ സ്റ്റാൻഡിങ് ഇൻ എ ഫോറസ്റ്റ് അറ്റ് നൈറ്റ്. നിങ്ങൾ സങ്കല്പിക്കുക, എന്താണ്, നിങ്ങളൊരു ഫോറസ്റ്റിൽ രാത്രി നിൽക്കുകയാണ്. ദർ ഇസ് നോ സൺ ആൻഡ് യുവർ ഫോൺ GPS ഹാസ് നോ സിഗ്നൽ. നിങ്ങളുടെ അവിടെ എന്തില്ല, സണ്ണുമില്ല, ഫോൺ GPS സിഗ്നലും ഇല്ല അല്ലേ. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ നോർത്ത് ഡയറക്ഷൻ യൂസിങ് ദ സ്റ്റാർസ്. നിങ്ങളെങ്ങനെ സ്റ്റാർസിനെ വെച്ചിട്ട് നോർത്ത് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യും? എവിടെയാണ് നോർത്ത്, ആ ഫോറസ്റ്റിൻ്റെ നോർത്ത് ഭാഗം എവിടെയാണെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അവിടെ സണ്ണില്ല, GPS ഇല്ല, നക്ഷത്രങ്ങളെ വെച്ചിട്ട് നിങ്ങളെങ്ങനെ നോർത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടാവുക? ആൻസർ നമുക്ക് പോൾ സ്റ്റാറിനെ വെച്ചിട്ട്, അതായത് പോൾ സ്റ്റാർ ഏതാണ്? ധ്രുവ നക്ഷത്രം അല്ലേ. നമുക്ക് ധ്രുവ നക്ഷത്രത്തെ വെച്ചിട്ട് നമുക്ക് നോർത്ത്, അതായത് വടക്ക് ദിശ കണ്ടെത്താനാവും, നോർത്ത് ഡയറക്ഷൻ കണ്ടെത്താനാവും. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ പോളാർ സ്റ്റാർ ഈസ് ഓൾവേസ് പൊസിഷൻഡ് ഓൾമോസ്റ്റ് ഡയറക്ട്ലി എബോവ് ദ നോർത്ത് പോൾ. സോ ഫേസിങ് ഇറ്റ് മീൻസ് യു ആർ ഫേസിങ് നോർത്ത്. അതെന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ നമ്മുടെ പോൾ സ്റ്റാർ എന്താണ്, അതായത് ധ്രുവ നക്ഷത്രം എപ്പോഴും നമ്മുടെ നോർത്ത് പോളിന് തൊട്ട് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് ഫേസ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് നോക്കുന്നു എന്നാണ് അർത്ഥം, നമ്മൾ നോർത്തിലേക്ക് നോക്കുന്നു എന്നാണ്. അപ്പോൾ ധ്രുവ നക്ഷത്രത്തെ വച്ചിട്ട് നിങ്ങൾക്ക് നോർത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ധ്രുവ നക്ഷത്രം അല്ലെങ്കിൽ പോൾ സ്റ്റാറിനെ വെച്ചിട്ട് നിങ്ങൾക്ക് നോർത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഇഫ് യു ഫേസ് ദ സെറ്റിംഗ് സൺ
your left hand points south. If you face the setting sun, your left hand points south. A map index uses symbols because real objects cannot be drawn to scale. The needle of a magnetic compass is a tiny magnet. GPS uses cellular towers, not satellites, to find location. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ളതെന്നാണ് നിങ്ങളോട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 1ഉം 2ഉം 3ഉം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എന്താണ്, നമ്മുടെ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമ്മുടെ ലൊക്കേഷൻ നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ GPS ലൊക്കേഷൻ നിർണ്ണയിക്കാൻ നമുക്ക് സാറ്റലൈറ്റിനെയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് അല്ലേ. സാറ്റലൈറ്റിനെയല്ല നമ്മൾ സെല്ലുലാർ ടവറുകളെയും അല്ല അല്ലേ. സെല്ലുലാർ ടവേഴ്സും സാറ്റലൈറ്റ്സിനെയൊന്നും അല്ല നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്, GPS ലൊക്കേഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1ഉം 2ഉം 3ഉം ആണ് എന്തെന്ന് പറയുന്നത് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 1ലെ ബി പാർട്ടിൽ ജിയോഗ്രഫി ഓഫ് കേരള എന്ന ഹെഡിങ്ങിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ജിയോഗ്രഫിയെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക, ഭൂപ്രകൃതിയെക്കുറിച്ച്. അപ്പോൾ കേരള ഹാസ് 44 റിവേഴ്സ്. നമുക്കറിയാം കേരളത്തിൽ 44 നദികളുണ്ടെന്നറിയാം. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദം ഫ്ലോ ഈസ്റ്റ്? ഈസ്റ്റിലേക്ക് എത്ര റിവേഴ്സാണ് ഒഴുകുന്നത് എന്നാണ്. എത്ര റിവറുകൾ ഒഴുകുന്നുണ്ട്? 3 റിവറുകളാണ് ഈസ്റ്റിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നത്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇനി പി ക്വസ്റ്റ്യൻ, മെൻഷൻ 2 ഡിഫറൻസസ് ബിറ്റ്വീൻ എ റിവർ ആൻഡ് ലേക്ക് ഓർ ബാക്ക് വാട്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത്? റിവറിൻ്റെയും ലേക്ക് അല്ലെങ്കിൽ ബാക്ക് വാട്ടറിൻ്റെയും 2 ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒഴുകുന്ന എന്താണ് വാട്ടർ ബോഡിയാണ്. ലേക്ക് അല്ലെങ്കിൽ ബാക്ക് വാട്ടർ, തടാകം അല്ലെങ്കിൽ കായൽ എന്ന് വെച്ചാൽ അതിങ്ങനെ സ്റ്റിൽ അവിടെ നിൽക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. A river is flowing body of water, whereas a lake or backwater is usually still or widespread body of water. എന്താണ് ഒരു റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോയിങ് ബോഡി ഓഫ് വാട്ടർ ആണ്, ഒഴുകുന്ന ജലാശയമാണ്. എന്നാൽ ലേക്ക് ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റിൽ അവിടെ തന്നെ സ്പ്രെഡായിട്ട് നല്ല വിസ്തൃതമായിട്ട് നിൽക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് കണ്ടെയ്ൻ ഫ്രഷ് വാട്ടർ. റിവറിലുണ്ടാവുക എന്തായിരിക്കും? ഒഴുകുന്നത് കൊണ്ട് അതിൽ ഉണ്ടാവുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫ്രഷ് വാട്ടർ ആയിരിക്കും. മെനി ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള ആർ കണക്റ്റഡ് ടു ദ സീ ആൻഡ് കണ്ടെയ്ൻ സോൾട്ടി വാട്ടർ. അപ്പോൾ കേരളത്തിലെ പല നമ്മുടെ കായലുകൾ അല്ലെങ്കിൽ ബാക്ക് വാട്ടർ അല്ലെങ്കിൽ ലേക്കും എന്താണ് കടലുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതൊക്കെ എന്തായിരിക്കും? അതിനകത്തൊക്കെ സോൾട്ടി വാട്ടർ ആയിരിക്കും, ഉപ്പ് വെള്ളമായിരിക്കും ഉണ്ടാവുക. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ഓഫ് കേരളാസ് റിവർ ഒറിജിനേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ഫ്ലോ ഇൻ ടു അറേബ്യൻ സീ. നമുക്കറിയാം കേരളത്തിലെ മിക്ക നദികളും ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വെസ്റ്റേൺ ഗാട്സിൽ നിന്നാണ്. എന്നിട്ട് അത് അറേബ്യൻ സീയിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്, അറബിക്കടലിലേക്ക് ഒഴുകുകയാണ്. If the land of Kerala slanted towards the east instead of the west, what would happen to our 41 west flowing rivers? നമ്മളുടെ കേരളത്തിൻ്റെ ലാൻഡ്, ഭൂമിയുടെ ലാൻഡ്, കേരളത്തിൻ്റെ ലാൻഡ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂമി എന്ന് പറയുന്നത് ചെരിഞ്ഞിട്ടാണെങ്കിൽ, എങ്ങോട്ട് ചെരിഞ്ഞിട്ടാണെങ്കിൽ? ഈസ്റ്റിലേക്ക് ചെരിഞ്ഞതാണെങ്കിൽ, ഇപ്പം നമുക്ക് വെസ്റ്റിലേക്ക്, അപ്പോൾ ഈസ്റ്റിലേക്ക് ചെരിഞ്ഞതാണെങ്കിൽ ഈ 41 റിവേഴ്സിനും എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. ഈസ്റ്റിലേക്കാണ് ഈ ലാൻഡ് ചെരിഞ്ഞിരിക്കുന്നതെങ്കിൽ, കേരളത്തിൻ്റെ ലാൻഡ് ചെരിഞ്ഞിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഈ റിവറുകൾക്ക് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ ലാൻഡ് സ്ലാൻഡഡ് ഈസ്റ്റ്, ഈ ലാൻഡ് അല്ലെങ്കിൽ ഈ ഭൂമി ഈസ്റ്റിലേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അവർ 41 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് വുഡ് ചേഞ്ച് ഡയറക്ഷൻ ആൻഡ് ഫ്ലോ ടുവേർഡ്സ് തമിഴ്നാട് ആൻഡ് ഇവഞ്ച്വലി ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. ഇപ്പോൾ നമ്മുടെ 41 വെസ്റ്റിലേക്ക് പോകുന്ന റിവറുകളും എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ടേക്കായിരിക്കും? തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന്
ബംഗാൾ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്കുമായിരിക്കും ആ റിവേഴ്സ് ഒഴുകുന്നുണ്ടാവുക. ദിസ് വുഡ് ലീവ് ദ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് കേരള വിത്ത് ദ സിവിയർ വാട്ടർ ഷോർട്ടേജ് ആൻഡ് വുഡ് ഡിസ്ട്രോയ് ദ ബാക്ക്വാട്ടർ എക്കോസിസ്റ്റം. ഇത് എന്ത് ചെയ്യും? നമ്മുടെ കേരളത്തിലെ നമ്മുടെ വാട്ടർ ഷോർട്ടേജ് ഉണ്ടാക്കുകയും നമ്മളുടെ ബാക്ക് വാട്ടർ എക്കോസിസ്റ്റത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം കേരളത്തിൽ വാട്ടർ ഷോർട്ടേജിന് കാരണമാവുകയും നമ്മളുടെ ബാക്ക് വാട്ടർ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇനി ആക്ടിവിറ്റി 2 ലോക്കൽ ഗവേൺസ് എന്ന ഭാഗത്തു നിന്ന് മഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ. ഇത് മാച്ച് ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ. ഗ്രാമപഞ്ചായത്ത് ആരാണ്? പ്രസിഡൻ്റാണ്. മുനിസിപ്പാലിറ്റിയിൽ ആരാണ്? ചെയർപേഴ്സൺ ആണ്. മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയറാണ്. അപ്പോൾ ഇത് ഓർമ്മയിലിരിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ വാർഡ് സഭ ഓർ ഗ്രാമസഭ? എന്താണ് വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭയുടെ പർപ്പസ്, പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ മെയിൻ പർപ്പസ് ഓഫ് എ ഗ്രാമസഭ, വാർഡ് സഭ ഈസ് for the wards of an area to come together to discuss the development activities of that ward and decide on its needs. എന്താണ്? ഒരു വാർഡിലെ വോട്ടർമാർ ചേർന്ന് ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നതാണ് എന്ത്? നമ്മുടെ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ, അതായത് വോട്ടർമാർ ഒക്കെ ഒരുമിച്ച് ഒത്തുചേർന്ന് നമ്മുടെ ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ പ്രധാന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. If a village decide to build a new library, why is it legally necessary to discuss it in the Gram Sabha instead of the president decide it alone? എന്താണ്? If a village decide to build a new library, village എന്ത് ചെയ്യുന്നു? ഒരു ന്യൂ ലൈബ്രറി, പുതിയൊരു ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. Why is legally necessary to discuss Gram Sabha instead of the president deciding it alone? അതായത് ഇത് ഗ്രാമസഭയിൽ വൈ ഇറ്റ് സി ക്വസ്റ്റ്യൻ. ഇഫ് എ വില്ലേജ് ഡിസൈഡ് ടു ബിൽഡ് എ ന്യൂ ലൈബ്രറി, വൈ ഈസ് ഇറ്റ് ലീഗലി നെസസറി ടു ഡിസ്കസ് ഇറ്റ് ഇൻ ദ ഗ്രാമസഭ ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രസിഡന്റ് ഡിസൈഡിങ് ഇറ്റ് അലോൺ? ഒരു വില്ലേജിൽ എന്താണ് പുതിയൊരു ലൈബ്രറി പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് പ്രസിഡന്റിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അല്ലേ. ഗ്രാമസഭയിൽ ഇത് അവതരിപ്പിക്കാതെ, ഡിസ്കസ് ചെയ്യാതെ ഇത് ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? ലീഗലി നെസസറി ആണ് അല്ലേ. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഉത്തരം ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം of governs, decisions should be made by the people. It is mandatory to legally convene a Gram Sabha to discuss public needs like a libraries and to get the opinion of the people. എന്താണ് നമ്മുടേതെന്ന് പറയുന്നത്? എന്താണ്? ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് അല്ലേ. ഒരു ജനാധിപത്യ സിസ്റ്റമാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പം നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ, ഭരണ സംവിധാനങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണ്? ഷുഡ് ബി ദ പീപ്പിൾ. ആരായിരിക്കണം? സാധാ ജനങ്ങൾ തന്നെയായിരിക്കണം നമ്മുടെ ഗവേൺസിൽ, അതായത് ഭരണ സംവിധാനത്തിൽ, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ലീഗലി convene a Gram Sabha to discuss public needs like a libraries and to get the opinion of the
പീപ്പിൾ. എന്താണ് അപ്പം ലൈബ്രറികൾ പോലെയുള്ള പൊതു ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ജനങ്ങളുടെ അഭിപ്രായം തേടാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലീഗലി അതായത് നിയമപരമായിട്ട് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത്. അത് അങ്ങനെ ലീഗലി ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രസിഡന്റിന് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തത്. ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത്തരം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടത്. ഇനി ആക്ടിവിറ്റി 3, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലിസ്റ്റ് 3 ഫെസിലിറ്റീസ് എ സ്കൂൾ മസ്റ്റ് ഹാവ് ടു ബി ഡിഫറൻഷ്യലി ഏബിൾഡ് ഫ്രണ്ട്ലി. അപ്പോൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 3 ഫെസിലിറ്റീസ്, ഒരു സ്കൂളിനുണ്ടാകുന്ന 3 ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻഷ്യലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഒരു സ്കൂളിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത്. എന്തൊക്കെ ഉണ്ടാവണം? റാംസ്, ഹാൻഡ് റെയിൽസ്, ലാർജ് ഡോർസ് ഫോർ വീൽ ചെയർ. എന്തൊക്കെ ഉണ്ടാവണം സ്കൂളിലും? തീർച്ചയായും സ്കൂളിൽ എന്തുണ്ടാവണം? റാംസ് ഉണ്ടാവണം, ഹാൻഡ് റെയിൽ കൈവരികൾ, അവർക്ക് പിടിക്കാനൊക്കെ ആയിട്ടുള്ള കൈവരികൾ ഉണ്ടാവണം, പിന്നെ വലിയ വാതിലുകളും ഒക്കെ വേണം. കാരണം എന്തിനാണ്? അവർക്ക് വീൽ ചെയറൊക്കെ അതിലൂടെ കടന്നു പോകാൻ, അല്ലേ? ആക്സസ് ആൻഡ് സെപ്പറേറ്റ് വാഷ്റൂം, അതുപോലെ പ്രത്യേകം വാഷ്റൂമുകൾ, അവർക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള വാഷ്റൂമുകളും വേണം. അപ്പോൾ സ്കൂളിൽ ഒരു നമ്മുടെ ഡിഫറൻഷ്യലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂളാക്കാൻ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം? ഇത്തരം അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കണം. അപ്പോൾ അത് എക്സാമ്പിളുകളാണ് എന്തൊക്കെ പറഞ്ഞത്? റാംസ്, ഹാൻഡ് റെയില്, അതുപോലെ വലിയ ലാർജ് ഡോർസൊക്കെ അവരുടെ വീൽ ചെയറൊക്കെ കൊണ്ടുപോകാനായിട്ട്, പിന്നെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള വാഷ്റൂംസൊക്കെ വേണം. ഇനി ബി, നെയിം 2 മേജർ പാൻഡമിക്സ് ദാറ്റ് അഫക്റ്റഡ് കേരള ബിഫോർ COVID-19. COVID-19 എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം, അല്ലേ? കോവിഡ് വന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ COVID-19 മുമ്പ് വന്ന 2 മേജറായിട്ടുള്ള ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പാൻഡമിക് രോഗം, പകരുന്ന രോഗം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് വസൂരി, ഒന്ന് കോളറ. എന്താണ്? വസൂരി, വസൂരിയും കോളറയുമാണ് ഇത്തരത്തിൽ വന്ന എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുള്ള മറ്റ് 2 പാൻഡമിക് ഡിസീസുകൾ. ക്വസ്റ്റ്യൻ, എ സ്കൂൾ ബിലോങ്സ് ടു എവരിവൺ ഇഫ് എ സ്കൂൾ ഹാസ് റാം ബട്ട് ദ laboratory is on the 2nd floor with only stairs. Is that school truly inclusive? Suggest a solution. എന്താണ് പറയുന്നത്? ഒരു സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. അതായത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും കൂടെ വരണം, അങ്ങനെയൊക്കെ ടൈപ്പ് വരേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഒരു സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ പറയണത്, ഇഫ് എ സ്കൂൾ ഹാസ് റാം, അവിടെ എന്തുണ്ട്? റാമ്പ് ഉണ്ട്, ബട്ട് ദ ലബോറട്ടറി ഈസ് ഓൺ ദ 2nd floor. ലബോറട്ടറി എവിടെയാണ്? അവിടുത്തെ ലാബ് 2nd ഫ്ലോറിലാണ്. അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്റ്റെയർസ് മാത്രമേ ഉള്ളൂ. ഇസ് ദ സ്കൂൾ ട്രൂലി ഇൻക്ലൂസീവ്? അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കുമോ? ഇത് ശരിക്കും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഇതായിരിക്കുമോ? സജസ്റ്റ് എ സൊല്യൂഷൻ. ഇതിനൊരു പരിഹാരം നിർണ്ണയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ സ്കൂൾ എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കില്ല, അല്ലേ? നോ, ദ സ്കൂൾ ഈസ് നോട്ട് ട്രൂലി ഇൻക്ലൂസീവ് ബിക്കോസ് എ സ്റ്റുഡൻറ്റ് ഇൻ എ വീൽ ചെയർ കനോട്ട് ആക്സസ് ദ ലാബോറട്ടറി ഇൻഡിപെൻഡൻ്റ്ലി. ഈ സ്കൂൾ പൂർണ്ണമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കില്ല. കാരണം അവിടെ വീൽ ചെയർ ഉപയോഗിക്കേണ്ടി ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ലബോറട്ടറിയിൽ ഒറ്റയ്ക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. ഇതിന് സൊല്യൂഷൻ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ മൂവ് ദ ലബോറട്ടറി ടു ദ ഗ്രൗണ്ട് ഫ്ലോർ. ആ ലബോറട്ടറി എന്ത് ചെയ്യണം? താഴെ ഫ്ലോറിലേക്ക് മാറ്റണം, അല്ലേ? നമ്മുടെ താഴത്തെ നിലയിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ പ്രൊവൈഡ് എ ലിഫ്റ്റ് ഫെസിലിറ്റി ടു അപ്പർ ഫ്ലോർ. എന്താണ്? ആ മുകളിൽ നിലയിലേക്ക് പോകാനുള്ള ഒരു ലിഫ്റ്റ് ഫെസിലിറ്റി അവിടെ ഒരുക്കണം. സ്റ്റെയറിൽ കൂടെ കുട്ടിക്ക് എന്തായാലും വീൽ ചെയറിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ സ്കൂൾ എന്താവുന്നത്? പൂർണ്ണമായും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് മാറുന്നത്. ആക്ടിവിറ്റി 4,
നോ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. അമ്മു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് സോളാർ സിസ്റ്റം. അമ്മു അവളുടെ ഫ്രണ്ട്സും സോളാർ സിസ്റ്റത്തിൻ്റെ പിക്ചർ വരച്ചു. ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് പ്ലാനറ്റ്സ് റിട്ടൺ ബൈ അമ്മു ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. എന്താണ് സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ ബേസിസിൽ അമ്മു പ്ലാനറ്റുകളുടെ പേര് എഴുതി. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് കറക്റ്റ് ആൻഡ് റൈറ്റ്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർഡർ മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, സാറ്റേൺ, യുറാനസ്, ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോട് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മെർക്കുറി ആണ്, സെക്കൻഡ് വൺ വീനസ് ആണ്, തേർഡ് വൺ എർത്ത് ആണ് വരുന്നത്, ഫോർത്ത് വൺ ആണ് മാർസ് വരുന്നത്, ഫിഫ്ത്ത് വൺ ജൂപ്പിറ്റർ, സാറ്റേൺ ആണ് സിക്സ്ത് വൺ, സെവൻത്ത് വൺ യുറാനസ്, എയ്ത്ത് വൺ ആണ് എന്തെന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ. അപ്പോൾ ഇത് ഓർഡർലി പഠിച്ചു വെച്ചിരിക്കുക. ബി ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The Mars is the only celestial body that humans have ever set foot on. B. The scientific study of moon is known as selenology. The celestial bodies that revolve around the planets are satellites. The time required for one rotation of the Earth is estimated as 1 year. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാഴ്സിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, മനുഷ്യൻ കാല് കുത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ കാല് കുത്തി ആകെ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് മാർസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂണിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡീനെയാണ് നമ്മൾ സെലനോളജി എന്ന് പറയുന്നത്. പിന്നെ സി പറഞ്ഞത് നമ്മുടെ പ്ലാനറ്റിനെ ചുറ്റുന്ന സെലസ്റ്റിയൽ ബോഡീസിനെയാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദ ടൈം റിക്വയർഡ് ഫോർ ദ വൺ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 1 year. എർത്തിൻ്റെ ഒരു റൊട്ടേഷൻ ആവശ്യമായ സമയത്തെയാണ് നമ്മൾ 1 year ആയിട്ട് കണക്കാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബിയും സിയും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ആർ സാറ്റലൈറ്റ്. ബിയും സിയുമാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ഫുൾ മൂൺ ഡേ ആൻഡ് ന്യൂ മൂൺ ഡേ. ഇവിടെ ഫുൾ മൂൺ ഡേയും ന്യൂ മൂൺ ഡേയും തന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം വൺ തന്നേക്കണ പൊസിഷൻ തന്നിട്ടുണ്ട്, സൺ, മൂൺ, എർത്ത്. അപ്പോൾ ഫുൾ മൂൺ ഡേയുടെ പൊസിഷൻ എന്തായിരിക്കും? സണ്ണ്, എർത്ത്, മൂണ്. നിങ്ങളിത് പഠിച്ചു വയ്ക്കണം. ന്യൂ മൂൺ ഡേയുടെ പൊസിഷൻ സൺ, മൂൺ, എർത്ത് എന്നാണെങ്കിൽ ഫുൾ മൂൺ ഡേയുടെ സൺ, എർത്ത്, മൂൺ എന്നാണ്. ഇനി ന്യൂ മൂൺ ഡേയിൽ നമുക്ക് ബിയിലൊന്നും തന്നിട്ടില്ല, പക്ഷേ ഫുൾ മൂൺ ഡേയിൽ പറഞ്ഞിട്ടുണ്ട് ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ. അപ്പോൾ ഇവിടെ ബിയിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ദ ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ മൂൺ അറ്റ് ഓൾ. അതായത് നമുക്ക് എന്താണ്, നമ്മുടെ ചന്ദ്രനെ ഒട്ടും കാണാൻ കഴിയാത്ത ദിവസമാണ് എന്തെന്ന് പറയുന്നത് ന്യൂ മൂൺ ഡേ. എന്നാൽ ഫുൾ മൂൺ ഡേനെ നമുക്ക് ഫുള്ളായിട്ട് അല്ലേ അതിൻ്റെ എൻറ്റയർ ഇലൂമിനേഷൻ, അതായത് നല്ല തെളിച്ചത്തോടു കൂടി കാണാൻ പറ്റുന്നതാണ് ഫുൾ മൂൺ ഡേയിൽ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ന്യൂ മൂൺ ഡേയിൽ. എന്താണ്, ചന്ദ്രനെ ഒട്ടും കാണാൻ കഴിയാത്ത ദിവസമായിരിക്കും. അപ്പോൾ ആ ദിവസത്തെ പറയുന്നതാണ് കറുത്തവാവ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാണാൻ കഴിയുന്ന ദിവസത്തെ നമ്മൾ എന്താ പറയുക? വെളുത്തവാവ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെളുത്തവാവ്. ആക്ടിവിറ്റി 5 അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ ഹിസ്റ്ററിയെ സംബന്ധിച്ചാണ്. ലിസ്റ്റ് ഫോർ സോഴ്സസ് ഓർ റെക്കോർഡ്സ് ഒബ്ജക്ട്സ് ഫ്രം വിച്ച് വി ക്യാൻ ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് എ സ്കൂൾ. ഒരു സ്കൂളിൻ്റെ ഹിസ്റ്ററി, ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിവുകൾ കിട്ടുന്നത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും? നമുക്ക് നോക്കാം. ഒന്ന്, ഓൾഡ് അഡ്മിഷൻ രജിസ്റ്റർ, പഴയ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് കിട്ടും. ലോഗ് ബുക്സ് ഓർ സ്കൂൾ ഡയറീസ്, അല്ലേ, നമ്മുടെ സ്കൂൾ ഡയറികളിൽ നിന്നോ അല്ലെങ്കിൽ ലോഗ് ബുക്കുകളിൽ നിന്ന് കിട്ടും. പിന്നെ ഓൾഡ് ഫോട്ടോഗ്രാഫ്സ്, പഴയ ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് കിട്ടും. മെമ്മറീസ് ഓഫ് പാസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, പഴയ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ മെമ്മറിയിൽ നിന്നും അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടും. അപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഹൗ ഡിഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പെർമനൻറ്റ് ബ്രിഡ്ജസ് അക്രോസ് ദ റിവർ ഹെൽപ്പ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മളുടെ ഒരു പെർമനൻറ്റ് ബ്രിഡ്ജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചാപ്റ്ററിൽ, റിവറിന് കുറുകെയായിട്ട് ഒരു പെർമനൻറ്റ് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത് അല്ലേ, അത് കുട്ടികളുടെ എഡ്യൂക്കേഷനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? നമുക്കറിയാം,
With the construction of permanent bridges across rivers, children were able to reach school safely and on time even during the rainy season. ഈ പുഴകൾക്ക് കുറുകെ സ്ഥിരമായ പാലങ്ങൾ നിർമ്മിച്ചതോടെ എന്ത് ചെയ്തു, കുട്ടികൾക്ക് മഴക്കാലത്ത് പോലും എന്താണ് സുരക്ഷിതമായിട്ടും കൃത്യസമയത്ത് സ്കൂളിലെത്താനായിട്ട് കഴിഞ്ഞു. ദിസ് റെഡ്യൂസ് ദ ഇൻകൺവീനിയൻസ് ഓഫ് ട്രാവൽ ആൻഡ് ഹെൽപ്പ് ദം കണ്ടിന്യൂ ദെയർ സ്റ്റഡീസ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. എന്താണ് ഇത്, യാത്രാ സൗകര്യമില്ലായ്മ അല്ലേ, അസൗകര്യങ്ങൾ കുറയ്ക്കുകയും തടസ്സമില്ലാതെ നമ്മുടെ പഠനം തുടരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്തു. നമ്മുടെ സ്റ്റഡി തുടരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്തു. ഇത് കുട്ടികൾക്ക് വേഗം സ്കൂളിൽ എത്താനും സേഫായിട്ട് എത്താനും ഒക്കെ ഒരു വഴിയുമായിട്ട്, മഴക്കാലത്തൊക്കെ സേഫായിട്ട് സ്കൂളിൽ എത്താനും ഒരു ഗുണം ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ അല്ലേ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യനിൽ ഹിസ്റ്ററി ഈസ് എ ജേർണി ത്രൂ ദ പാസ്റ്റ്. ഇഫ് യു ഫൈൻഡ് എ കോപ്പർ പ്ലേറ്റ് വിത്ത് റൈറ്റിംഗ് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്, why is it considered more valuable for history than a printed textbook? അപ്പോൾ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കോപ്പർ പ്ലേറ്റ് നമുക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തുള്ള പ്രിൻറ്റഡ് ടെക്സ്റ്റ് ബുക്കിനേക്കാൾ നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിരിക്കും അത്. നമ്മുടെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട്, ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് മോർ വാല്യുബിൾ ആയിട്ടുള്ളൊരു വസ്തുവായിട്ട് നമ്മൾ ആ കോപ്പർ പ്ലേറ്റിനെ കാണുന്നു. അത് വൈ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ കോപ്പർ പ്ലേറ്റിനെ അങ്ങനെ കാണുന്നത്? ദ ടെക്സ്റ്റ് ബുക്ക് വെയർ പ്രിൻറ്റഡ് ലേറ്റർ. ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞത് പിന്നെ പ്രിന്റ് ചെയ്യപ്പെട്ട സാധനങ്ങളാണ്. ബട്ട് ദ കോപ്പർ പ്ലേറ്റ്സ് ഫൗണ്ട് ഇൻ ദ സ്കൂൾ കോമ്പൗണ്ട് വെർ മെയ്ഡ് ഡയറക്ട്ലി ഡ്യൂറിംഗ് ദ പീരിയഡ് ആൻഡ് പ്രൊവൈഡ് ആക്യുറേറ്റ് എവിഡൻസ് ഓഫ് ദ ഒറിജിനൽ ഹിസ്റ്ററി ആൻഡ് സ്ക്രിപ്റ്റ് ഓഫ് ദ ഏരിയ. പക്ഷേ ഈ കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ ഈ കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ ചെമ്പ് തകിടുകൾ എന്ന് പറയുന്നത് ആ ഡ്യൂറിംഗ് ദ പീരീഡ്, ആ കാലഘട്ടത്തിൽ നേരിട്ട് നിർമ്മിച്ചതോ അല്ലേ, നേരിട്ട് നിർമ്മിച്ചതായിരിക്കും. അത് ആ ഒരു പ്രദേശത്തിൻ്റെ യഥാർത്ഥ ഒരു ഹിസ്റ്ററിയും പിന്നെ അവിടുത്തെ സ്ക്രിപ്റ്റും അല്ലേ, അതിനും കൃത്യമായ എവിഡൻസ് നൽകുന്ന ഒന്നായിരിക്കും. സോ ദേ ആർ ഓഫ് ഗ്രേറ്റർ വാല്യൂ ആസ് പ്രൈമറി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. അപ്പം നമ്മുടെ പ്രൈമറി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ അതിന് അതുകൊണ്ട് തന്നെ വലിയ മൂല്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഗ്രേറ്റർ വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ അഞ്ചാമത്തേൽ വീണ്ടും ഒരു ബി ക്വസ്റ്റ്യൻ വന്നേക്കാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇൻവെൻഷൻ, അതായത് ഇപ്പോഴത്തെ പുതിയൊരു കണ്ടെത്തൽ എന്താണ്? ഓൾഡ് മെത്തേഡ്, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. മോഡേൺ അഡ്വാൻറ്റേജ്. ഇവിടെ ആദ്യം പറയുന്നത് ഡ്രോയിങ് വാട്ടർ വിത്ത് ബക്കറ്റ്. എന്താണ്? വെള്ളം ബക്കറ്റ് ഉപയോഗിച്ച് കോരുന്ന. അതിന് ഇപ്പോഴത്തെ ഇൻവെൻഷൻ എന്താണ്? പുതിയ ടെക്നോളജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡ്രോയിങ്, ആദ്യത്തെ ഒരു ഓൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് വാട്ടർ വിത്ത് ബക്കറ്റ് ആയിരുന്നു അല്ലേ. അതിലിപ്പോൾ കണ്ടുപിടിച്ചാണ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ മോട്ടോർ പമ്പാണ്. ഇതെന്താണ്? സേവ് ടൈം ആൻഡ് ഫിസിക്കൽ എഫേർട്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? സമയം ലാഭിക്കാം, അതുപോലെ നമ്മുടെ ശാരീരികമായ എഫേർട്ട് നമുക്ക് കുറയ്ക്കാനും പറ്റും. ഇനി അടുത്ത നോക്കും മക്കളെ, ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്താണ്? സെൻഡിങ് ലെറ്റേഴ്സ് ബൈ പോസ്റ്റ്. ഇപ്പോഴും നിങ്ങൾക്കൊക്കെ എന്താണ് പോസ്റ്റ് എന്ന് നിങ്ങൾ ഉണ്ടാവുമോ? അപ്പം പണ്ട് പോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റേഴ്സൊക്കെ അയച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ്, ഇമെയിലൊക്കെ വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ മോഡേൺ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ അവൈലബിൾ ഇൻസ്റ്റൻ്റ്ലി. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കാര്യങ്ങൾ അല്ലേ, പെട്ടെന്ന് തന്നെ നമ്മളുടെ ഇതൊക്കെ നമുക്ക് അയക്കാനായിട്ട്, ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഇതൊക്കെ അയക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അതുപോലെ പെട്ടെന്ന് ഇത് കിട്ടുകയും ചെയ്യും അല്ലേ. അടുത്ത് വാഷിംഗ് മെഷീൻ. പണ്ട് കാലത്ത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത്? വാഷിംഗ് ക്ലോത്ത്സ് ബൈ ഹാൻഡ്. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തുണി അലക്കുകയെന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായപ്പോൾ ഉള്ള മോഡേൺ അഡ്വാൻറ്റേജ് എന്താണ്? ക്ലീൻ ക്ലോത്ത്സ് വിത്ത് ലെസ് ലേബർ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിൻ. നമ്മുടെ ഫിസിക്കൽ സ്ട്രെയിൻ കുറയുകയും ലെസ് ലേബർ, കുറച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആ കൈ കൊണ്ട് കഴുകുന്നതിൻ്റെ ആ ഫിസിക്കൽ സ്ട്രെയിൻ കുറയ്ക്കുകയും ചെയ്യും. അടുത്ത വൺ ട്രാക്ടറിന് പകരം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് പ്ലഗിങ് വിത്ത് ഓക്സൻ. കാളകളെ ഉപയോഗിച്ച് നിലമൊക്കെ ഉഴുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാൻ പ്ലഗ് ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് വെരി ക്വിക്ക്ലി. അപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ ഈ കാളയും കൊണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നഷ്ടമാണ് അല്ലേ. പക്ഷേ ഈ ട്രാക്ടർ ഉപയോഗിച്ച് നമുക്കൊരു ലാർജ് ഏരിയ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴുകാനായിട്ട് സാധിക്കും.
B question. John McCarthy is the father of artificial intelligence. Give an example of how AI can help a farmer in a large field. എന്താണ് ജോൺ മക്കാർത്തി ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ AI എന്ന് പറയുന്നത് ഫാർമേഴ്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ AI ഒരു ഫാർമറിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് AI ഉപയോഗിച്ചിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ AI ക്യാൻ ഹെൽപ്പ് എ ഫാർമർ ത്രൂ സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റം that automatically water the field only when the soil is dry, or by using drones to identify exactly which plants are diseased without the farmer having to walk through entire field. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാർമറിനെ? നമ്മുടെ ഈ സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റങ്ങളിലൂടെ മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നനയ്ക്കാനും അതുപോലെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പ്ലാന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ പ്ലാന്റിന് എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സസ്യങ്ങളെ പ്ലാന്റ്സിനെ കണ്ടെത്താനും നമുക്ക് എന്ത് ചെയ്യും? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സാധിക്കും. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് രോഗമുള്ള ഫാർമറിന് എന്ത് ചെയ്യേണ്ടി വരില്ല? ഈ ഫീൽഡിൽ കൂടെ നടന്നിട്ട് ഏതൊക്കെ പ്ലാന്റ്സിനാണ് അസുഖമുള്ളതെന്ന് ഇങ്ങനെ ഓരോന്നും നോക്കേണ്ട ആവശ്യം വരില്ല. പ്ലാന്റ്സിനെ എക്സാക്റ്റ് കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിൽ C ക്വസ്റ്റ്യൻ നോക്കാം. Inventions reduce physical labor but does them make us lazy? Compare the use of a washing machine with washing clothes by hand. Is every invention always better for our health? Justify your thinking. ഇതിലെന്താ പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ഇൻവെൻഷൻസും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഫിസിക്കൽ ലേബർ കുറയ്ക്കുന്നതും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ എന്താക്കി മാറ്റാറുണ്ടെന്ന് പറയാറുണ്ട്? ലേസി, മടിയന്മാരാക്കി മാറ്റാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പയർ ദ യൂസസ് ഓഫ് വാഷിംഗ് മെഷീൻ വിത്ത് വാഷിംഗ് ക്ലോത്ത് ബൈ ഹാൻഡ്. അപ്പോൾ കൈ ഉപയോഗിച്ച് ക്ലോത്ത് വാഷ് ചെയ്യുന്നതും അല്ലാതെ വാഷിംഗ് മെഷീനിൽ ക്ലോത്ത് വാഷ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസസ് കമ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാ ഇൻവെൻഷനും എന്തിനു വേണ്ടിയിട്ടുള്ളതാവണം? നമ്മുടെ ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ടും കൂടി ഉള്ളതായിട്ട് മാറണം. അപ്പോൾ അത് രണ്ടും കൂടി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ റെഡ്യൂസ് മാനുവൽ ലേബർ. വാഷിംഗ് മെഷീനുകൾ എന്താണ് നമ്മുടെ മാനുവൽ ലേബർ എന്ത് ചെയ്യും? കുറയ്ക്കും. ബട്ട് ഇറ്റ് ഡസൻ പ്രൊവൈഡ് ദ എക്സസൈസ് ഓഫ് വാഷിംഗ് ബൈ ഹാൻഡ്. പക്ഷെ നമ്മൾ കൈ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന എക്സസൈസ് അതില്ലാതാക്കും. നമ്മുടെ എക്സസൈസ് അവിടെ നഷ്ടപ്പെടും. ഓൾ ഇൻവെൻഷൻസ് ആർ കൺവീനിയൻറ്റ്. എല്ലാ ഇൻവെൻഷൻസും എന്താണ്? വളരെ കൺവീനിയൻ്റ് ആണ്, സൗകര്യപ്രദമാണെങ്കിലും ബട്ട് ദ ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ക്യാൻ ബി ഹാംഫുൾ ടു ഹെൽത്ത്. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ടുള്ള എക്സസൈസ് നമുക്ക് കുറയുന്നത് കൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാം. Therefore we should do the necessary exercise while using the invention. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആവശ്യമായ എക്സസൈസും കൂടെ നമ്മൾ അതിനെ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും. ഇൻവെൻഷൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാതെ നമ്മൾ നോക്കുകയും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റീസിനും ഓരോ ഹെഡിങ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായി നോക്കുക. എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഡയറക്ഷൻസ് ആൻഡ് മാപ്പിംഗ് എന്ന ഭാഗത്തു നിന്നായിരുന്നു. സെക്കൻഡ് വൺ ജിയോഗ്രഫി ഓഫ് കേരള എന്ന ഭാഗത്തു നിന്നുള്ള ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് ലോക്കൽ ഗവേൺസ് എന്ന ഭാഗത്തു നിന്ന്. നെക്സ്റ്റ് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഹിസ്റ്ററി. പിന്നെ നോ ദ സോളാർ സിസ്റ്റം. പിന്നെ സ്കൂൾ ഹിസ്റ്ററി. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.